രക്തക്കറ നമ്മുടെ കുടുംബത്തിൽ വീടരുത്. കായൻ ഒരുവൻ സ്വന്തം സഹോദരന്റെ രക്തം വീണു. വചനം പറയുന്നറിയോ? കർത്താവ് പറഞ്ഞത്, എടാ നിന്റെ സഹോദരന്റെ രക്തം വീണ മണ്ണുണ്ടല്ലോ, ഇതാ സ്വർഗത്തെ നോക്കി നിലവിളിക്കുന്നു. ചില കുടുംബങ്ങളിലുണ്ടല്ലോ ഈ നിലവിളി ഇന്നും തുറന്നിട്ടില്ല. കാരണം കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചിട്ടില്ല, ഏറ്റു പറഞ്ഞിട്ടില്ല, തെറ്റുപറ്റിയെന്ന് പോലും പറയാൻ തയ്യാറാകാതെ അഹങ്കാരത്തിൽ തുടരുന്നവരുണ്ട്. ഒന്ന് ഡയറക്റ്റ് കൊലപാതകം. പണ്ട് കാലങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അടിച്ച് കൊന്നു കുഴിച്ചു മൂടി എന്നൊക്കെ പറഞ്ഞു. വീട്ടുകാരൊക്കെ ചെയ്തൊക്കെ കേട്ടിട്ടുണ്ടാകാം. 2, 3, 4, 5 തലമുറകളവരെയൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ടുകേൾവി ഉണ്ടെങ്കിൽ നമ്മൾ തമ്പുരാനോട് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കണം. 2, അബോർഷൻ, ഉദരത്തിൽ വെച്ച് കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയത്. പിന്നെ 3, അതിനേക്കാൾ സീരിയസ് ആണ്, നമ്മളൊട്ട് സീരിയസ് അല്ലാതെ കാണുന്നത്, പക്ഷേ തമ്പുരാനും വലിയ സീരിയസ് ആണ്. യോഹന്നാൻ 3:15 വചനം പറയുന്നുണ്ട്, സഹോദരനോട് വെറുപ്പ് സൂക്ഷിക്കുന്നവൻ കൊലപാതകിയാണ്. അവൻ സ്വയം കൊലപ്പെടുത്തുന്നു, അവരനെയും കൊലപ്പെടുത്തുന്നു തുല്യമാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും വെറുപ്പ് കിടപ്പുണ്ടോ, അത് കൊലപാതകത്തിന് തുല്യമാണെന്നാണ് വചനം പറയുന്നത്. നമ്മൾ വളരെ ലാഘവത്തോടെ ഈസി ആയിട്ടും ന്യായീകരിച്ചൊക്കെ പോകുന്നൊരു വിഷയമാണ് ഈ വെറുപ്പിൻ്റെ മേഖല. ശരിക്കും വെറുപ്പ് സൂക്ഷിക്കുന്നവൻ അറിയുന്നില്ല അവൻ സ്വയം കൊല്ലുകയാണ്.